CPIM തിരുവല്ല ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഫ്രാൻസിസ് വി ആന്റണിയെ ചുമതലയിൽ നിന്ന് നീക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന പരാതിയിലാണ് നടപടി. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുത്ത ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. പ്രവീൺ പുരുഷോത്തമൻ തന്നെയാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നത്. പ്രവീൺ, മറ്റൊരു അച്ചടക്ക നടപടിയിലേക്ക് CPM കടക്കുകയാണ്. നിലവിലുള്ള ഈ നടപടി എത്രത്തോളം ഗൗരവമുള്ളതാണ്? പത്തനംതിട്ട തിരുവല്ലയിൽ CPIMലെ വിഭാഗീയതയുടെ ഒടുവിലത്തെ ഒരു സംഭവം എന്ന് തന്നെ ഈ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയെ തൽസ്ഥാനത്ത് നിന്നും മാറ്റിയ സംഭവത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. തിരുവല്ല CPIM ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഫ്രാൻസിസ് ടി ആന്റണിയെയാണ് തൽസ്ഥാനത്ത് നിന്നും ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. ഇന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നേതൃത്വത്തിൽ ഇന്ന് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇന്ന് യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിലാണ് ഈ നിർണായകമായിട്ടുള്ള തീരുമാനം എടുത്തത്. ഫ്രാൻസിസ് ടി ആന്റണിയെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നീക്കി. അതോടൊപ്പം തന്നെ ജില്ലാ കമ്മിറ്റി അംഗത്തിൽ നിന്നും അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ട്. നിലവിൽ ഇനി ഫ്രാൻസിസ് ടി ആന്റണി ഏരിയ കമ്മിറ്റി അംഗം മാത്രമായി തുടരും. 5 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവത്തിന്റെ തുടർന്നുണ്ടായ ഒരു പരാതിയെ തുടർന്നാണ് ഇപ്പോൾ ഫ്രാൻസിസ് ടി ആന്റണിയെ ഈ തൽസ്ഥാനത്ത് നിന്നും മാറ്റിയിരിക്കുന്നത്. അന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു വനിത ഫ്രാൻസിസ് ടി ആന്റണിയെ ഫോൺ ചെയ്തിരുന്നു. ആ ഫോൺ സന്ദേശത്തിന്റെ ഉള്ളടക്കം എന്നുള്ളത് അന്ന് ആ സ്ത്രീ പറഞ്ഞത് പാർട്ടി നിർത്തിയ ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുന്നത് സംബന്ധിച്ചായിരുന്നു. ഇതിന് ഫ്രാൻസിസ് ടി ആന്റണി അന്ന് ഫോണിൽ കൂടി ഏതാനും സെക്കൻഡുകൾ നീണ്ടുനിന്ന ഒരു മറുപടി നൽകിയിരുന്നു. അതിൽ ഇഷ്ടമുള്ള തീരുമാനത്തിലേക്ക് നിങ്ങൾക്ക് പോകാം എന്നുള്ളൊരു മറുപടിയായിരുന്നു ഫ്രാൻസിസ് ടി ആന്റണി നൽകിയത്. ഈ ഓഡിയോ സന്ദേശം ആ വനിതയിൽ നിന്നും മറ്റ് പല ആളുകളിലേക്കും കൈമാറിയിരുന്നു. പിന്നീട് ആ ഓഡിയോ സന്ദേശം CPIM സംസ്ഥാന കമ്മിറ്റിക്ക് പരാതിയായി ലഭിച്ചു. ആ പരാതി സംസ്ഥാന സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ തന്നെ പരിശോധിച്ചിരുന്നു. അതിനുശേഷമാണ് ഇന്നിപ്പോൾ 5 വർഷങ്ങൾക്ക് ശേഷം ഇന്നിപ്പോൾ ഈ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വെച്ച് സംസ്ഥാന സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ഈ ഒരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. പ്രധാനമായും പാർട്ടി പറയുന്ന ഒരു ന്യായം എന്നുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടി നിർത്തിയ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ഒരു വിഭാഗം ശ്രമിച്ചപ്പോൾ ആ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണം എന്നുള്ള ഒരു വാക്ക് ഫ്രാൻസിസ് ടി ആന്റണിയിൽ നിന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് പാർട്ടി കണ്ടെത്തിയിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച. ഏതാനും സെക്കൻഡുകൾ മാത്രമുള്ള ഒരു ഫോൺ സംഭാഷണമായിരുന്നു അത്. ആ ഫോൺ സംഭാഷണത്തെ തുടർന്നാണ് ഇപ്പോൾ ഈ ഒരു CPIM ഏരിയ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഫ്രാൻസിസ് ടി ആന്റണിയെ മാറ്റിയിരിക്കുന്നത്. മറ്റൊന്ന്, തിരുവല്ലയിൽ ഏതാനും നാളുകളായി CPIMൽ കടുത്ത വിഭാഗീയത തുടരുന്നുണ്ട്. അത് സംസ്ഥാന കമ്മിറ്റിയിൽ തന്നെ അത് ചർച്ച ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒരു നടപടിയിലേക്ക് പാർട്ടി നീങ്ങിയിരിക്കുന്നത്. പകരം ചുമതല ആർക്കാണ് പ്രവീൺ? പകരം ഇപ്പോൾ നിലവിൽ ഒരു ജില്ലാ കമ്മിറ്റി അംഗത്തെ തന്നെ ആ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ ഫ്രാൻസിസ് ടി ആന്റണിയുടെ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. CPIMൽ 2 വിഭാഗങ്ങൾ ഏതായാലും തിരുവല്ലയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ തർക്കങ്ങൾ നടന്നിരുന്നു. പ്രത്യേകിച്ചും ഡോക്ടർ തോമസ് ഐസക്കിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ജില്ലാ കമ്മിറ്റി അവിടെ വെച്ച് തന്നെ തർക്കങ്ങൾ രൂക്ഷമായി നടന്നിരുന്നു. 2 അംഗങ്ങൾ പരസ്പരം കയ്യാങ്കളിയിലേക്ക് നീങ്ങുന്ന കാര്യങ്ങൾ വരെ എത്തിയിരുന്നു. അന്ന് തന്നെ ഈ പാർട്ടിയിൽ വിഭാഗീയത ഉണ്ടെന്ന് ഒരു വിമർശനം തന്നെ ഉയർന്നിരുന്നു. അതിനെതിരെ പാർട്ടിയിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ നല്ല രീതിയിൽ തന്നെ വന്നിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ ഈ ഒരു നിർണായകമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി പോയിരിക്കുന്നത്. ഏതായാലും പകരം ചുമതല ജില്ലാ കമ്മിറ്റി അംഗത്തിന് തന്നെ നൽകിയിട്ടുണ്ട്. ഫ്രാൻസിസ് ടി ആന്റണി നിലവിൽ ഇനി ഏരിയ കമ്മിറ്റി അംഗം മാത്രമായി തുടരും. ശരി, പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്.